السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലൗ കാന ലീ മിസ്ലു ഉഹുദിൻ ദഹബ ലസറനി അല്ലാ തമുറ അലയ്യ സലാസു ലയാലിൻ ഇലാ ആഖിരിൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ കാനലി എനിക്കുണ്ടാവുകയാണെങ്കിൽ മിസ്ലു ഉഹദിൻ ഉഹദ് പർവ്വതത്തോളം ദഹബൻ സ്വർണമുണ്ടാവുകയാണെങ്കിൽ ലസറനി എന്നെ സന്തോഷിപ്പിക്കും, അല്ലാ തമുറ അലയ്യ എനിക്ക് കഴിഞ്ഞു കിടക്കാതിരിക്കൽ സലാസു ലയാലിൻ 3 രാത്രികൾ വഇൻദി ശൈഉം മിൻഹു ആ സ്വർണത്തിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ അടുക്കൽ ഉള്ള നിലക്ക് 3 രാത്രി കഴിഞ്ഞു കിടക്കാതിരിക്കൽ എന്നെ സന്തോഷിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അടുക്കൽ ആ ഒരു ഉഹദ് മലയോളം സ്വർണമുള്ളതിൽ നിന്ന് 3 രാത്രി കഴിയുമ്പോഴേക്കും ഒന്നും ശേഷിക്കരുത് എന്നതാണ് എൻ്റെ താല്പര്യം. അതാണ് എനിക്ക് സന്തോഷം. എത്ര സമ്പത്ത് കിട്ടിയാലും അത് സ്വതക്ക ചെയ്യുക, അത് ദാനം ചെയ്യുക, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കുക. 3 രാത്രിയാകുമ്പോഴേക്കും അതങ്ങനെ ചെലവഴിച്ച് കഴിയണം എന്നാണ് എൻ്റെ താല്പര്യം. ഇല്ലാ ഷൈഉൻ അർസുദുഹു ലിദൈനിൻ കടത്തിന് വേണ്ടി ഞാൻ കാത്തുവെക്കുന്നതല്ലാതെ, കടം വീട്ടാൻ വേണ്ടി ഞാൻ വെക്കുന്നതല്ലാത്തതൊക്കെ ചെലവഴിച്ച് തീരണം എന്നാണ് എൻ്റെ താല്പര്യം. ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇതിന്റെ ഒരു പശ്ചാത്തലവും കൂടുതൽ വിശദീകരണങ്ങളും ഉണ്ട്. അതിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്തു അംശി മിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹറ ബിൽ മദീന, മദീനയിലെ ഹറയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നടക്കുകയായിരുന്നു. ഫസ്തഖ്ബലനാ ഉഹുദ്, അപ്പോൾ ഉഹദ് പർവ്വതം ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് ഒരു പദം. അതിന്റെ അർത്ഥം, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഉഹദ് പർവ്വതം കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ഈ ഹദീസ്. അവിടെ ഷൈഉം മിൻഹു എന്നുള്ളിടത്ത് ദീനാറുൻ എന്നാണ്, ഷൈഅ് എന്നുള്ളതിന് പകരം ദീനാറുൻ എന്നാണ്. ഒരു സ്വർണ്ണ നാണയമെങ്കിലും ശേഷിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ എങ്ങനെ കൂടി പറയുന്നുണ്ട്, ഇല്ലാ അൻ അഖൂല ബിഹി ഹാകദാ വഹാകദാ അൻ യമീനിഹി വഅൻ ശിമാലിഹി വമിൻ ഖൽഫിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 രാത്രി കഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു ദീനാറ് പോലും ശേഷിക്കരുത് എന്നതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. എങ്ങനെയല്ലാതെ ഞാൻ അതുകൊണ്ട്, ആ സമ്പത്ത് കൊണ്ട്, ആ സ്വർണം കൊണ്ട് ഇങ്ങനെ ഹാക്കഥ ഹാക്കഥ ഹാക്കഥ, വലത്ത് ഭാഗത്തുള്ളവർക്കും ഇടത്ത് ഭാഗത്തുള്ളവർക്കും മിൻ ഖൽഫിഹി പിന്നിലുള്ളവർക്കും പറഞ്ഞ എല്ലാവർക്കും അതിങ്ങനെ വിതരണം ചെയ്ത് അതങ്ങോട്ട് തീർന്നു പോകണം. അതാണ് എൻ്റെ താല്പര്യം. അതും പറഞ്ഞതിന് ശേഷം വേറെ കാര്യം കൂടി പറഞ്ഞു, ഇന്നൽ അക്സരീന യൗമൽ ഖിയാമത്തി ഹുമുൽ അഖല്ലൂന ഇല്ലാ മൻ ഖാല ബിൽ മാലി ഹാകദാ വഹാകദാ വഹാകദാ. അധികരിച്ച ആളുകൾ അന്ന് കുറഞ്ഞവരാണ്. ഖിയാമത്ത് നാളിൽ ഈ ലോകത്ത് അധികരിച്ചവര് ഖിയാമത്ത് നാളിൽ കുറഞ്ഞവരാണ്. എന്നുവെച്ചാൽ ഈ ലോകത്ത് സമ്പത്ത് അധികരിച്ച ആളുകൾ ഈ ലോകത്തെ സമ്പന്നർ പരലോകത്ത് ദരിദ്രരായിരിക്കും. എങ്ങനെ ആയാലല്ലാതെ ഹാക്കഥ ഹാക്കഥ ഹാക്കഥ, വലത്തുള്ളവർക്കും യമീനിഹി വഅൻ ശിമാലിഹി വമിൻ ഖൽഫിഹി, വലത്ത് ഭാഗത്തേക്കും ഇടത്ത് ഭാഗത്തേക്കും പിന്നിൽക്കൊക്കെ എന്നങ്ങനെ നാനാ ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് ഇങ്ങനെ നാനാവിധ കാര്യങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, റിലീഫ് പ്രവർത്തനങ്ങൾക്ക്, ഇസ്ലാമികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, നല്ല നല്ല കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരല്ലാത്ത പൈസക്കാരും സമ്പന്നരൊക്കെ നാളെ ദരിദ്രരായിരിക്കും എന്നുകൂടി അങ്ങനെ വീണ്ടും ആദ്യം ദീർഘിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ അതിന്റെ പശ്ചാത്തലവും കൂടുതൽ വിശദീകരണവും ആ ഹദീസിലുണ്ട്. സഹോദരന്മാരെ,
അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന സമ്പത്ത് അത് അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ഉപയോഗിക്കുക തന്നെ വേണം. അത് എത്രമാത്രം കൂടുതൽ ഉപയോഗിച്ചോ അത്രമാത്രം നാളെ പരലോകത്ത് സമ്പന്നതയിൽ കൂടി വർദ്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നത്തെ സമ്പന്നരൊക്കെ നാളെ ദരിദ്രരായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പത്ത് നന്നായിട്ട് അള്ളാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. ദീനിയായ കാര്യങ്ങളൊന്നും മുടങ്ങാതെ, അള്ളാഹുവിന്റെ ഇബാദത്തുകളൊന്നും മുടങ്ങാതെ, കൂടുതലായ സമ്പത്ത് കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖോട് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നാൽ നാളെ പരലോകം മുടക്കുന്ന, ദീനിയായ കാര്യങ്ങളൊക്കെ മുടക്കുന്ന സമ്പത്തൊന്നും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.